ഈ വർഷത്തെ ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം മാർച്ച് 6 വെള്ളിയാഴ്ച ആഘോഷിക്കും. പൂരമാഘോഷത്തിന്റെ ഒരുക്കങ്ങളെല്ലാം അന്തിമഘട്ടത്തിലാണ്. വെള്ളിയാഴ്ച കാലത്ത് 5 മണിക്ക് തിറ കാവ് കയറുന്നതോടെ പൂരത്തിന് തുടക്കമാവും. തുടർന്ന് അഷ്ടപതി, വിത്തും കൊട്ടയും സമർപ്പണം എന്നിവ നടക്കും. വൈകിട്ട് 3 മണിക്ക് പള്ളിക്കുളങ്ങര അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ദേവസ്വം പകൽപൂരം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. മധ്യകേരളത്തിലെ തലയെടുപ്പിൽ പ്രസിദ്ധരായ 3 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. പഞ്ചവാദ്യ വിദഗ്ധരായ വൈക്കം ചന്ദ്രന്മാരാർ, കൈലിയാട് മണികണ്ഠൻ, കോങ്ങാട് രാധാകൃഷ്ണൻ എന്നിവരുടെ പഞ്ചവാദ്യം, ആലിക്കര മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള മേളം എന്നിവ പൂരപ്രേമികൾക്ക് ആവേശം പകരും. തിറ, പൂതൻ, കരിങ്കാളി തുടങ്ങിയ അനുഷ്ഠാന കലകൾ വൈകിട്ട് 6-ന് പൂരപ്പറമ്പിലെത്തും. വർണ്ണാഭമായ വേഷക്കാഴ്ചകൾ, നാടൻ കലാവരവുകൾ, ദീപാലങ്കാരം, നാദസ്വര കച്ചേരി, ഡബിൾ തായമ്പക, ആയിരത്തിര എന്നിവ പൂരാഘോഷത്തെ വർണ്ണാഭമാക്കും. പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രപ്രവേശന കവാടത്തിൽ ബഹുവർണ്ണ പന്തലും നിർമ്മിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ ഒരു മതസൗഹാർദ്ദത്തിന്റെ വിവിധ വീടുകളിൽ ജാതിമതഭേദമന്യേ എല്ലാ വീടുകളിലും ജനങ്ങളെത്തും. മുസ്ലിം വീടായാലും ഏത് വീടായാലും ഹിന്ദുക്കളുടെ ഓരോരുത്തരുടെയും വീട്ടിലും വിവിധ വിരുന്നുകാരെത്തി തലേ ദിവസം തന്നെ വന്ന് ഇവിടെ താമസിച്ച് ഈ ഉത്സവത്തിൽ പങ്കെടുക്കും. അങ്ങനെ പ്രത്യേകതയുണ്ട്. ഈ നാടിന്റെ ഒരു മതസൗഹാർദ്ദത്തിന്റെ മതനിരപേക്ഷയുടെ ഒരു പ്രതീകം കൂടിയാണ് ഈ ചാമുണ്ണി. ഈ ചാമുണ്ണിക്കാവ് അമ്പലത്തിൽ മുസ്ലിങ്ങൾക്കൊക്കെ വലിയ വിശ്വാസമാണ്. അവർ ആദ്യം മുതൽക്കേ അങ്ങനെയാണ്. കുറേ കാലം മുതൽക്ക് തന്നെ അവർക്കൊക്കെ ഈ അമ്പലത്തിലേക്ക് എല്ലാവർക്കും അവരൊക്കെ ഈ ആഘോഷത്തിൽ വളരെയധികം സന്തോഷത്തോടുകൂടിയിട്ട് പങ്കെടുക്കുക ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പൂരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്ര ഗോപുരത്തിന്റെ തൊട്ട് മുൻപിൽ ഒരു ബഹുവർണ്ണ വൈദ്യുതി അലങ്കാര പന്തൽ, അതിന്റെ പണി ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ദാസിന്റെ വക അമ്പലത്തിൽ അഷ്ടപതി എന്നുള്ളൊരു ഇടയ്ക്ക പരിപാടി ഉണ്ട്. പിന്നെ വേറെ മേളങ്ങൾ, മറ്റുള്ള വാദ്യഘോഷങ്ങളൊക്കെ രാവിലെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എഴുന്നള്ളിപ്പാണ്. ഇവിടെ ഉച്ചഭക്ഷണത്തിന് ശേഷം അമ്പലത്തിൽ ഉച്ചഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷം ദേവസ്വം വക 3 ആനകളെ ഈ ക്ഷേത്രത്തിന്റെ കീഴടമായിട്ടുള്ള പള്ളിക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് അവിടെ നിന്നും മേജർ പഞ്ചവാദ്യ സെറ്റിന്റെ വക പഞ്ചവാദ്യത്തോടു കൂടി അമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കുകയാണ്. 3 ആനപ്പൂരം. തലയെടുപ്പുള്ള 3 ഗജവീരന്മാര് അതോടുകൂടി പഞ്ചവാദ്യം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പാണ്. അത് വിവിധ സ്ഥലങ്ങളിൽ 2-3-4 പോയിന്റിൽ നിർത്തി വൈകിട്ട് ഒരു 6:15 മണിയാകുമ്പോഴേക്കും നമ്മുടെ ക്ഷേത്ര സന്നിധിയിലെത്തി. ഇവിടെയാണ് അതിന്റെ പഞ്ചവാദ്യത്തിന്റെ കലാശം ഉണ്ടായിരിക്കുക. ഈ പഞ്ചവാദ്യത്തിന്റെ ഒപ്പം വലിയൊരു ജനക്കൂട്ടം സാധാരണ ഉണ്ടാവാറുണ്ട്. പഞ്ചവാദ്യം കഴിഞ്ഞാൽ പിന്നെ മേളാണ്. കുറച്ചു നേരം മേളം ഇവിടെ നടക്കിൽ കൊട്ടി അവർ പിന്നെ അമ്പലത്തിൽ പ്രവേശിച്ച് മേളം അതോടുകൂടിയിട്ട് സമാപിക്കുക. അതോടുകൂടിയിട്ട് നമ്മുടെ പകൽപൂരത്തിന്റെ ഒരു ചടങ്ങ് കഴിയും. പിന്നെ വിവിധ വരവ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വിവിധ വരവുകൾ, കരിങ്കാളി വരവ്, ശിങ്കാരിമേളം, പാഞ്ചാരിമേളം, വിവിധ വേഷങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ കമ്മിറ്റികളുടെ ഒരു 10-15ഓളം കമ്മിറ്റികൾ വരുന്ന അവരുടെ കമ്മിറ്റികളുടെ വക വിവിധ ദേശത്തു നിന്ന് കൊണ്ടുവന്നിട്ട് അവരൊക്കെ ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിച്ച് അങ്ങനെ ഓരോ കമ്മിറ്റിയും ഏതാണ്ട് ഒരു 10 മിനിറ്റ് നേരം അമ്പലത്തിന്റെ നടയിൽ നിന്ന് കൂട്ടി അത് ഓരോരുത്തരും സമയം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് തൃത്താല പോലീസ് സ്റ്റേഷന്റെ പോലീസുകാരുടെ സാന്നിധ്യത്തോടെ അവർ യോഗം ഇപ്പോൾ ഇന്ന് വിളിക്കുന്നുണ്ട്. അവർക്കൊക്കെ ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ കൃത്യസമയത്ത് തന്നെ ഓരോരുത്തരും ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിച്ച് നടക്കിൽ നിന്നിട്ട് അവരെ പരിപാടി കുട്ടി ആഘോഷിച്ച് അവരവിടുന്ന് ചെയ്യുന്നു. അത് അപ്പോഴേക്കും നേരം ഒരു 9:30 മണിയാവും. 9:30 മണിയോട് കൂടിയിട്ട് ഈ വരവ് കമ്മിറ്റികളുടെ വരവ് ആഘോഷം സമാപിക്കും. പിന്നെയാണ് തായമ്പക. ചാമണിക്കാവിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള 2 കലാകാരന്മാർ, മട്ടന്നൂർ ശ്രീരാജും ചെറക്കൽ നിതീഷ് എന്നും പറഞ്ഞ കണ്ണൂർ ഭാഗത്തുള്ള കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധി ആർജിച്ച 2 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള ഡബിൾ തായമ്പക ഒരു 9:30-9:45 കൂടിയിട്ട് അത് ആരംഭിക്കും. അതൊരു 2 മണിക്കൂറോളം ഉണ്ടാവും. ഒരു 12. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.